ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ ഇൻ 2 ഡയമെൻഷൻ അല്ലേ? ആണോ? ആ മോഷൻ ഇൻ 2 ഡയമെൻഷനിൽ നമ്മൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്താ? Those physical quantities which are having magnitude and direction. അപ്പൊ ചോദിക്കട്ടെ, ഈ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇല്ല. അതിന് എന്ത് ചെയ്യണം? ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും എന്നൊക്കെ ഉള്ളതുണ്ട് അല്ലെ? ഇനി ഞാൻ ചോദിക്കുകയാണ്, വൺ ഡയമെൻഷണൽ മോഷനില് ഈ ഒരു വെലോസിറ്റിയെ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വെലോസിറ്റിയെ വേണേ നമുക്ക് നെഗറ്റീവ് എടുക്കായിരുന്നു അല്ലേ? അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിലും സബ്സ്റ്റൻസിന് നീങ്ങാൻ പറ്റില്ല. സബ്സ്റ്റൻസ് വാസ് നോട്ട് അലൗഡ് ടു മൂവ് ഇൻ എനി അതർ ഡയറക്ഷൻ. അതുകൊണ്ടായിരുന്നു അല്ലേ? വൺ ഡയമെൻഷണൽ മോഷനിൽ ഒന്നേ ഇങ്ങോട്ട് നീങ്ങാം അല്ലെങ്കിൽ ഇങ്ങോട്ട് നീങ്ങാം, അല്ലാണ്ട് രണ്ട് ഡയറക്ഷൻ അല്ലാണ്ട് വേറെ ഡയറക്ഷൻ പോസിബിൾ അല്ലായിരുന്നല്ലോ. പക്ഷേ 2 ഡയമെൻഷണൽ മോഷനിലാണെ സബ്സ്റ്റൻസിന് ഇങ്ങനെ നീങ്ങാം, ഇങ്ങനെ നീങ്ങാം, ഇങ്ങനെ നീങ്ങാം, ഏത് ഡയറക്ഷനിൽ വേണേ നീങ്ങാം അല്ലേ? നീങ്ങിക്കൂടെ? Can it have any direction? Yes. അപ്പൊ പിന്നെ ഈ പോസിറ്റീവ് നെഗറ്റീവ് പരിപാടി നമുക്ക് യൂസ് ചെയ്യൽ നടക്കില്ല. ഒന്നിനെ പോസിറ്റീവ് മറ്റേനെ നെഗറ്റീവ് എടുക്കാൻ പറ്റില്ല. ഇതിനെ പോസിറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പോ എന്ത് എടുക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല. അപ്പോൾ അവിടെ വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നമ്മൾ സ്പെഷ്യൽ റൂൾസ് പഠിക്കണം. നമുക്ക് in order to add vector quantities, subtract vector quantities, multiply vector quantities, we just have to learn special rules. അതിനെ വെക്ടേഴ്സ് എന്ന് പറയുന്ന സാധനത്തിനെ അറിയണം. സോ നമ്മൾ മോഷൻ ഇൻ 2 ഡയമെൻഷൻ എന്നുള്ള ഹെഡിങ് എഴുതിയോ? After writing that heading, you just have to write another heading, vectors. നമുക്കറിയാം വെക്ടർ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഇസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ് നമുക്കറിയാം അല്ലേ? അറിയില്ലേ? പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാന്നാല് നമ്മള് അങ്ങനെയുള്ള സാധനങ്ങളെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു മെത്തേഡ് പഠിക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ചൊരു ആരോ കാണുന്നുണ്ടോ? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ഹൗ വി വിൽ ഡു ദാറ്റ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണേ നമ്മൾ അതിനെ എന്തിന്റെ രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്യുക? ഒരു ആരോയുടെ രൂപത്തിൽ. ആർ യു ഏബിൾ ടു സീ ആൻ ആരോ? കാണുന്നുണ്ടോ? അതില് in which the length of the arrow will give us the magnitude of the vector. ഈ ആരോന്റെ വലുപ്പല്ലേ അത് നമുക്ക് എന്തിനെയാ സൂചിപ്പിക്കാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടറിനെ സൂചിപ്പിക്കും. വലിയ ആരോ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൂടിയ വെക്ടർ ആണ്, ചെറിയ ആരോ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ വെക്ടർ ആണ്. ലെങ്ത് ഓഫ് ദ ആരോ എന്തിനാണ് സൂചിപ്പിക്കുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് അതേപോലെ ഈ ആരോയുടെ ഡയറക്ഷൻ ഇല്ലേ, ഡയറക്ഷൻ ഓഫ് ആരോ വിൽ ഗീവ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ. വെക്ടർ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആ ആരോന്റെ ഡയറക്ഷൻ നോക്കിയാലാണ് മനസ്സിലാവുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ഒരു ആരോ കാണുമ്പോൾ ഇതൊരു വെക്ടർ ആണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയാണ്, അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടേക്കാണ് അല്ലെ? ആണോ? Will you be able to understand that? Yes, sir. അപ്പോൾ ഒരു സെന്റൻസ് എഴുതിക്കോ. Vector quantities can be diagrammatically represented in the form of an arrow. Vector quantities can be diagrammatically represented in the form of an arrow. എഴുതിയോ? Vector quantities can be diagrammatically represented in the form of an arrow. എഴുതിയോ?
Vector quantities can be diagrammatically represented in the form of an arrow. Did you write that? Yes, sir. Yes, sir. In which length of the arrow, gives its magnitude, in which length of the arrow gives its magnitude and direction of the arrow will give the direction of vector, and direction of the arrow will give the direction of vector. Sir, ഒന്ന് പറയോ? In which length of the arrow will give the magnitude of the vector and direction of the arrow will give the direction of vector. Length of the arrow will give the magnitude and the direction of the arrow will give the direction of the vector. Yes, sir. എഴുതിയോ? Yes, sir. Yes. അപ്പോ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഒരു ആരോയുടെ രൂപത്തിൽ. ആ ആരോയുടെ ലെങ്ത് എന്തിനാ സൂചിപ്പിക്കുന്നത്? അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ. ആ ആരോയുടെ ഡയറക്ഷനോ ആ വെക്ടർ എങ്ങോട്ടാ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്? ക്ലിയർ? ഇത് ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. ഇനി അടുത്തതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. അടുത്തതായിട്ട് എഴുതേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. എഴുതിയോ? ക്ലാസിഫിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് എഴുതിയില്ലേ? Yes, sir. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ഒന്നും എഴുതിയെടുക്കണ്ട. ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ കേട്ടിരുന്നാൽ മതി. എന്നിട്ട് അവസാനം നമുക്ക് എന്ത് ചെയ്യാന്നാല് നമുക്കൊരു മൈൻഡ് മാപ്പിലൂടെ ആ മൊത്തം കാര്യങ്ങളെ മനസ്സിലാക്കാം. തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും കേട്ടോ. അതില് ക്ലാസിഫിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്, വെക്റ്റർ ക്വാണ്ടിറ്റീനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് we now have to say a vector quantity can be classified. നമ്മൾക്ക് വെറുതെ ചിന്തിക്കി, if you are thinking this is our vector A, ഇതാണ് നമ്മളുടെ വെക്റ്റർ A എന്ന് കരുത്. അതേപോലെ സ്റ്റുഡൻസ് Can you hear me, students? Yes, Yes, sir. Yes. Okay. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ. നമ്മള് ഇവിടെ വരയ്ക്കാൻ പോകുന്നത് നോക്ക്. ഇത് നമ്മളുടെ വെക്റ്റർ എ ആണെന്ന് കരുതും. എ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. ആയിക്കോട്ടെ. സാറിന് വൈറ്റ് ബോർഡ് വിസിബിൾ അല്ലല്ലോ. വൈറ്റ് ബോർഡ് വിസിബിൾ ആയിട്ടില്ല. ഇപ്പോൾ വിസിബിൾ ആവാൻ പറ്റും. ഇപ്പോഴോ? ഇപ്പൊ വിസിബിൾ ആണ്. If you are imagining this is our vector A, കാണുന്നില്ലേ? അതേപോലെ if this is our vector B, ഇതാണ് നമ്മളുടെ വെക്ടർ ബി. റെഡ് കളറിൽ വരച്ച ആരോ ആണ് വെക്ടർ എ, ബ്ലാക്ക് കളറിൽ വരച്ച ആരോ ആണ് വെക്ടർ ബി. എങ്കിൽ ഈ വെക്ടേഴ്സിനെ, ഈ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കും. എന്താണ് ഈ ഗ്രൂപ്പിനെ വിളിക്കുക? ഈക്വൽ വെക്ടേഴ്സ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും ഒരേ ഡയറക്ഷൻ ആണ്. ശരിയല്ലേ? രണ്ടിന്റെയും ലെങ്തും സെയിം അല്ലേ? അപ്പം two vectors of same magnitude and direction, they are called as equal vectors. ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനും ഉള്ള ഈ വെക്ടേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഈക്വൽ വെക്ടേഴ്സ്. മനസ്സിലായില്ലേ?
ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതിയെടുക്കൊന്നും വേണ്ട, നിങ്ങളിപ്പോ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈക്വൽ വെക്ടേഴ്സ്. ഈക്വൽ വെക്ടേഴ്സ് എന്താന്ന് മനസ്സിലായോ? ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതാണ് നമ്മളുടെ വെക്ടർ എ എന്ന് കരുതും. This is our vector A, and now think of this as our vector B. ഇതാണ് നമ്മളുടെ വെക്ടർ ബി എന്നും കരുത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇതിന് സെയിം ഡയറക്ഷൻ ആണോ? രണ്ട് വെക്ടേഴ്സിനും സെയിം ഡയറക്ഷൻ ആണോ? അല്ല, സെയിം മാഗ്നിറ്റ്യൂഡ് ആണോ? സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുമുള്ള വെക്ടേഴ്സ് ആണെങ്കിൽ ഇവരെ നമ്മൾ ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കും. The vectors which are having same magnitude but opposite direction. Different direction ആണോ opposite direction ആണോ ഞാൻ പറഞ്ഞത്? Opposite direction. Opposite direction. It is compulsory. ഒരേ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉള്ള വെക്ടേഴ്സ് ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഓപ്പോസിറ്റ് വെക്ടേഴ്സ്. ഒരേ മാഗ്നിറ്റ്യൂഡും ഒരേ ഡയറക്ഷനുമാണ് അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഈക്വൽ വെക്ടേഴ്സ്. അല്ലേ? ക്ലിയർ ആണോ? ഈക്വൽ വെക്ടേഴ്സ് എന്താണെന്നും ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്താണെന്നും ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയാണ്, ഈ വൈറ്റ് ബോർഡില് എനിക്ക് എങ്ങനെ വേണമെങ്കിലും തോന്നിയതുപോലെ പല പല ഡയറക്ഷനിൽ ഞാൻ അങ്ങോട്ട് വെക്ടേഴ്സിനെ വരയ്ക്കാണ്. ഇങ്ങനെ ഒരു വെക്ടറിനെ വരച്ചു, അതേമാതിരി ഇങ്ങനെ വേറൊരു വെക്ടറിനെ വരച്ചു. ഇത് വേറൊരു വെക്ടറാണ്, ഇത് വേറൊരു വെക്ടറാണ്. ഇവരെ എല്ലാവരെയും നമുക്കൊരു പേരിൽ വിളിക്കാം. അപ്പൊ ചോദിക്കാണ്, സാറേ ഇതിനൊന്നും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് അല്ലല്ലോ. അല്ല. സാർ ഇതിനൊന്നും ഈക്വൽ ഡയറക്ഷനും അല്ലല്ലോ, സെയിം ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനോ അതും അല്ലല്ലോ. അല്ല. ഇവരെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന വെക്ടറിന്റെ പേരെന്താ പറഞ്ഞാല്, ഇവരെ വിളിക്കാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കോപ്ലനാർ വെക്ടേഴ്സ്. എന്താ അവരെ വിളിക്കാൻ പറ്റുന്ന ക്ലാസിഫിക്കേഷൻ? കോപ്ലനാർ വെക്ടേഴ്സ്. സ്ക്രീനിൽ എനിക്ക് ഏത് വലുപ്പമുള്ള ഏത് ഡയറക്ഷനിലുള്ള എങ്ങോട്ട് വരയ്ക്കുന്ന വെക്ടർ വരയ്ക്കുകയാണെങ്കിലും അവരൊക്കെ എന്തായിരിക്കും? ഒരേ പ്ലെയിനിലായിരിക്കില്ലേ? അല്ലെ? will they be in a same plane? ഒരേ പ്ലെയിനിലായിരിക്കില്ലേ? Yes. അപ്പോൾ vectors which are arranged in a same plane is called coplanar vectors. ഒരേ പ്ലെയിനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന വെക്ടേഴ്സിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് എന്ത്? കോപ്ലനാർ വെക്ടേഴ്സ്. അപ്പൊ ഒരു കുട്ടി ചോദിക്കുകയാണ്, സാറേ അങ്ങനെയാണ് ഈക്വൽ വെക്ടേഴ്സിനെ കോപ്ലനാർ വെക്ടേഴ്സ് എന്ന് വിളിച്ചുകൂടെ? കാരണം ഈക്വൽ വെക്ടേഴ്സും ഒരേ പ്ലെയിനിൽ തന്നെ അല്ലേ? ആണോ? നമുക്ക് ആ എക്സ് വൈ പ്ലെയിനിൽ തന്നെയാണ് ഈക്വൽ വെക്ടേഴ്സ് ഉള്ളത്. അപ്പൊ ഈക്വൽ വെക്ടേഴ്സിനെ നമുക്ക് കോപ്ലനാർ വെക്ടേഴ്സ് എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാ കോപ്ലനാർ വെക്ടേഴ്സും ഈക്വൽ വെക്ടേഴ്സ് അല്ല. പക്ഷെ എല്ലാ ഈക്വൽ വെക്ടേഴ്സും കോപ്ലനാർ വെക്ടേഴ്സ് ആണ്. ഞാൻ പറയുന്ന ഐഡിയ മനസ്സിലാവില്ലേ? ഈക്വൽ വെക്ടേഴ്സ് കോപ്ലനാർ ആണ്, പക്ഷെ എല്ലാ കോപ്ലനാർ വെക്ടറും ഈക്വൽ വെക്ടർ അല്ല. അപ്പം പറയാ ഓപ്പോസിറ്റ് വെക്ടറും സാറേ കോപ്ലനാർ തന്നെയല്ലേ? അതെ, ഓപ്പോസിറ്റ് വെക്ടറും കോപ്ലനാർ തന്നെയാണ്. മനസ്സിലായോ? കോപ്ലനാർ വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? വെക്ടേഴ്സ് വിച്ച് ആർ ഹാവിങ് എ, അല്ലെ, വെക്ടേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ പ്ലെയിൻ. അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷനെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യും, ഇതാണ് നമ്മളുടെ വെക്ടർ എ. ആയിക്കോട്ടെ, ഇതാണ് നമ്മളുടെ വെക്ടർ എ. ഇനി ഇതാണ് നമ്മളുടെ വെക്ടർ ബി. വെക്ടർ ബി കാണുന്നില്ലേ? വെക്ടർ ബി. ഇനി ഇതാണ് നമ്മളുടെ വെക്ടർ സി. വെക്ടർ സി. ഇത് കോപ്ലനാർ വെക്ടേഴ്സ് ആന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ലേ? എയും ബിയും സിയും കോപ്ലനാർ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ലേ? ഈക്വൽ വെക്ടേഴ്സ് ആന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുവോ? എന്തുകൊണ്ടാണ്? ഈക്വൽ വെക്ടേഴ്സ് ആവണേ സെയിം മാഗ്നിറ്റ്യൂഡ് ആവണമായിരുന്നു. സെയിം മാഗ്നിറ്റ്യൂഡ് അല്ല, സെയിം ഡയറക്ഷനും ആവണമായിരുന്നു.
പിന്നെ ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് ആവണേ സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആവണം. ഇതും അത് അങ്ങനെയല്ല. ഇവരെ നമുക്ക് വേറൊരു പേരിൽ ഉൾപ്പെടുത്താം. ഇവരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞാല് കൊലീനിയർ വെക്ടേഴ്സ്. എന്താണ്? ദ ക്ലാസിഫിക്കേഷൻ ദാറ്റ് വി ക്യാൻ ഇൻക്ലൂഡ് ദീസ് ത്രീ വെക്ടേഴ്സ് ഇസ് കൊലീനിയർ വെക്ടേഴ്സ്. പറയും. Collinear vector. Linear vector. Linear vectors. കൊലീനിയർ വെക്ടേഴ്സ്. സാർ എന്താണ് ഈ കൊലീനിയർ വെക്ടർ? കൊലീനിയർ വെക്ടർ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ കൊലീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. Those vectors which can be arranged in a straight line. അതായത് നിങ്ങൾ നോക്കുകയാണെ എ എന്ന് പറയുന്ന വെക്ടറിനെ ഈ ഒരു ലൈനിലേക്ക് അറേഞ്ച് ചെയ്തൂടെ? ചെയ്യാം അല്ലേ? ബി എന്ന് പറയുന്ന വെക്ടറിനെയും ഇതേ ലൈനിലേക്ക് തന്നെ അറേഞ്ച് ചെയ്തൂടെ? സി എന്ന് പറയുന്ന വെക്ടറിനെയും ഇതേ ലൈനിലേക്ക് തന്നെ അറേഞ്ച് ചെയ്യാം. അപ്പം ഈ മൂന്ന് വെക്ടറിനെയും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ ദേ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? എനെയും ബിനെയും സിയെയും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? Yes, sir. That's the reason why A, B and C they are called as എന്ത് vectors? Collinear vectors. What are collinear vectors? Those vectors which can be arranged in a straight line is called collinear vectors. അപ്പൊ എന്നോട് ചോദിക്കുകയാണ് സാറേ ഈക്വൽ വെക്ടേഴ്സ് കൊലീനിയറും അല്ലേ? ആണോ? ശരിയല്ലേ? ഈക്വൽ വെക്ടേഴ്സ് ആണ്, അവർ കൊലീനിയറും ആണ് കോപ്ലാനാറും ആണ്. ശരിയല്ലേ? Yes. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് അത് കൊലീനിയറും ആണ് അല്ലേ? ഓപ്പോസിറ്റ് വെക്ടറിനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? സ്റ്റുഡൻസ് കേൾക്കുന്നുണ്ടോ? Yes, sir. Yes, sir. അപ്പോൾ നമ്മൾ സംസാരിച്ചത് കൊലീനിയർ വെക്ടേഴ്സിനെ പറ്റിയിട്ടും കോപ്ലനാർ വെക്ടേഴ്സിനെ പറ്റിയിട്ടും അല്ലേ? ആണോ? Yes, sir. Yes. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തൊരു സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, sir. അവിടെ നമ്മൾ ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. ടൈപ്സ് ഓഫ് വെക്ടേഴ്സിലെ ഫസ്റ്റ് ടൈപ്പ് വെക്ടർ ഈക്വൽ വെക്ടർ കാണുന്നില്ലേ? സെയിം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ആയിരിക്കും ഈക്വൽ വെക്ടേഴ്സിന്. എക്സാമ്പിൾ ആയിട്ട് ഇതാ ഇവിടെ വരച്ചിട്ടുണ്ട്. ആർ യു ഏബിൾ ടു സീ ദാറ്റ്? Yes, sir. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നതിന് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡയഗ്രാം കാണാമല്ലോ ഇല്ലേ? ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു കോപ്ലനാർ വെക്ടേഴ്സ്. ദോസ് വെക്ടേഴ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ പ്ലെയിൻ. ഇറ്റ് ഈസ് കോൾഡ് കോപ്ലനാർ വെക്ടർ. അറിയില്ലേ? അറിയില്ലേ? കോപ്ലനാർ വെക്ടറിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ആര്? കൊലീനിയർ വെക്ടേഴ്സ്. കോപ്ലനാർ വെക്ടറിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ആര്? കൊലീനിയർ വെക്ടേഴ്സ് അല്ലേ? കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? വെക്ടേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ഈ വെക്ടേഴ്സ് കൊലീനിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂലേ? അറേഞ്ച്ഡ് ഇൻ എ ലൈൻ. ആണോ? ക്ലിയർ അല്ലേ? കോപ്ലനാർ വെക്ടേഴ്സിന്റെ വേറൊരു സ്പെഷ്യൽ കേസ് ആണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. കോപ്ലനാർ വെക്ടേഴ്സിനെ വേണമെങ്കിൽ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആയിട്ട് കാണിക്കാം. അതായത് നിങ്ങൾ നോക്ക്, ഇതാണ് എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ഇനി ഇതാണ് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ എന്ന് കരുതും. ആർ യു സീയിങ് ദ വെക്ടർ എ ആൻഡ് വെക്ടർ ബി? സെയിം മാഗ്നിറ്റ്യൂഡ് ആണോ? അല്ല. സെയിം ഡയറക്ഷൻ ആണോ? അല്ല. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ? അല്ല. പക്ഷേ രണ്ടാളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് അല്ലേ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുക അല്ലേ? അപ്പം
രണ്ട് ഓർത്തോഗണൽ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെന്തായാലും കോപ്ലാനാറുമായിരിക്കും. രണ്ട് ഓർത്തോഗണൽ വെക്ടേഴ്സ് കേട്ടോ. 2 orthogonal vectors will be coplanar also. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. മനസ്സിലായില്ലേ? Yes or no? ഇനി നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനെ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ which is യൂണിറ്റ് വെക്ടർ. അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആരാണ്? യൂണിറ്റ് വെക്ടർ. കാണുന്നുണ്ടോ യൂണിറ്റ് വെക്ടർ? എന്താണ് യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടർ ഓഫ് എനി വെക്ടർ is a vector with unit magnitude and same direction. അതായത് യൂണിറ്റ് വെക്ടറിനെ പറ്റി വിശദമായി മനസ്സിലാക്കാൻ, യൂണിറ്റ് വെക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യൂണിറ്റ് വെക്ടറിനെ പറ്റി വിശദമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ എം ജസ്റ്റ് ഗോയിങ് ടു അവർ വൈറ്റ് ബോർഡ്. ഞാൻ ഇവിടെ ഒരു വെക്ടറിനെ വരച്ചു. നിങ്ങൾക്ക് കാണുന്നില്ലേ? ഈ വെക്ടർ എ ആണ്. അതിനു മുന്നേ നിങ്ങൾക്ക് ഇയാളെ പരിചയം ഉണ്ടോ? V = U + AT. ആണല്ലേ? ഇയാളെയും പരിചയല്ലേ? S = UT + ½ AT². ഇവരെയും പരിചയല്ലേ? ഇതിനൊക്കെ വെക്ടർ ഫോമിൽ ഡിനോട്ട് ചെയ്യാണ് വിചാരിച്ചോ. എന്ത് ഫോമിൽ? വെക്ടർ ഫോമിൽ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ വിയുടെ മേലെ ഒരു ആരോ ഇടും, യുടെ മേലെ ഒരു ആരോ ഇടും, എയുടെ മേലെ ഒരു ആരോ ഇടും. സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷനെയും വെക്ടർ ഫോമിൽ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഹാവ് ടു പുട്ട് an arrow over S, an arrow over U and an arrow over A. പക്ഷേ I didn't put an arrow over T½ or T². കാണുന്നുണ്ടോ? അതായത് വെക്ടർ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ശരിക്കും റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇക്വേഷനിലോ അല്ലെങ്കിൽ ഒരു ഡയഗ്രത്തിലോ വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ശരിക്കും നമ്മൾ എഴുതേണ്ട രീതി അതിന്റെ മുകളിൽ ഒരു ആരോ ഇട്ടിട്ടാണ്. വിയുടെയും യുയുടെയും എയുടെയും മേലെ നിങ്ങൾ ഒരു ആരോ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ടിയുടെ മേലെ ആരോ ഇല്ല. ടിയുടെ മേലെ ആരോ ഇല്ലാത്ത എന്താ പറഞ്ഞാൽ ടൈം എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു ക്ലിയർ ആണോ? അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ മുകളിൽ ഒരു ആരോ ഇട്ടിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സ്കെലാർ ക്വാണ്ടിറ്റിയുടെ മുകളിൽ ആരോ ഇടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഹാഫിന്റെ മേലെയും T² മേലെയും ടിയുടെ മേലെയും ഒന്നും ആരോ ഇല്ലാത്തത്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വെക്ടർ എ ആണെന്ന് സൂചിപ്പിക്കണമെങ്കിൽ ഞാൻ എയുടെ മേലെ ഒരു ആരോവും കൂടി ഇടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറച്ച് ഇതിന്റെ മുന്നേ ഒക്കെ ഞാൻ ആരോ ഇട്ടുണ്ട് അല്ലെ? ഇത് വെക്ടർ എ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇതിന്റെ ലെങ്ത് എത്രയാന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ ലെങ്ത് 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ് ആൻഡ് 5 യൂണിറ്റ് ആണെന്ന് കരുതുക. അപ്പൊ എയുടെ ലെങ്ത് എത്രയാ? 5 യൂണിറ്റ് ആണെന്ന് കരുതുക. എയുടെ ലെങ്ത് 5 യൂണിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ യൂണിറ്റ് വെക്ടർ എന്താന്ന് ചോദിച്ചു. എയുടെ യൂണിറ്റ് വെക്ടർ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എയുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഇതായിരിക്കും. എയുടെ യൂണിറ്റ് വെക്ടർ ഈ പച്ച കളറിൽ വരച്ച വെക്ടർ ആയിരിക്കും. പച്ച കളറിൽ വരച്ച വെക്ടറിന്റെ ലെങ്ത് എത്രയാ? എയുടെ ലെങ്ത് 5 യൂണിറ്റ് ആണ്. പച്ച കളറിൽ വരച്ച ലെങ്ത് 1 യൂണിറ്റ് അല്ലേ? പച്ച കളർ വെക്ടറും ആ റെഡ് കളർ വെക്ടറിന്റെയും തമ്മിലുള്ള റിലേഷൻ എന്താ? സെയിം മാഗ്നിറ്റ്യൂഡ് ആണോ സെയിം ഡയറക്ഷൻ ആണോ? സെയിം ഡയറക്ഷൻ. എയുടെ അതേ ഡയറക്ഷനിൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറിനെയാണ് എയുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്ടർ ഓഫ് എനെ എയുടെ മേലെ ആരോ ഇട്ടിട്ടില്ല റെപ്രസെന്റ് ചെയ്യുക, എയുടെ മേലെ ഒരു തൊപ്പി ഇട്ടിട്ട് എ ക്യാപ്. അപ്പോൾ ഇനി നിങ്ങൾ ദാ ഇങ്ങനെ ഒരു സാധനം കാണുകയാണ് വിചാരിച്ചോ. ഇതെന്താ വായിക്കേണ്ടത്? എ ക്യാപ്. എ ക്യാപ് അല്ലെ? എ ക്യാപ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടർ ഓഫ് എ ആണ്. എ ക്യാപ് എന്ന് പറയുന്ന ആരാ?
യൂണിറ്റ് വെക്ടർ ഓഫ് എ. യൂണിറ്റ് വെക്ടർ ഓഫ് എയുടെ പ്രത്യേകത എന്താ? അത് എയുടെ അതേ ഡയറക്ഷനിലായിരിക്കും, പക്ഷെ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. എയുടെ അതേ ഡയറക്ഷനിൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഒരു കുട്ടി ചോദിക്കുകയാണ്, സാറേ ഞാൻ എന്നാ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ വരച്ചു തരാം, സാറ് ബിയുടെ യൂണിറ്റ് വെക്ടർ വരച്ചു തരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു വരച്ചു തരാം. അപ്പൊ കുട്ടി ഇങ്ങനെ വെക്ടർ വരച്ചു തന്നു. എന്നിട്ട് പറയാണ് ഇതാണ് ബി, ഇതാണ് വെക്ടർ ബി. അപ്പൊ നമ്മൾ വെക്ടർ ബിയുടെ ലെങ്ത് എത്രയാന്ന് നോക്കുക. വെക്ടർ ബിയുടെ ലെങ്ത് നമുക്ക് തൽക്കാലത്തേക്ക് പറയാം 1 യൂണിറ്റ്, 2 യൂണിറ്റ്, 3 യൂണിറ്റ് ആണെന്ന് വിചാരിച്ചോ. വെക്ടർ ബിയുടെ ലെങ്ത് എത്രയാ? 3 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ബി ക്യാപ്പ്, അതായത് വെക്ടർ ബിയുടെ യൂണിറ്റ് വെക്ടറിനെ വരയ്ക്കണം വെച്ചോ. വെക്ടർ ബിയുടെ യൂണിറ്റ് വെക്ടറിനെ വരയ്ക്കണമെങ്കിൽ അത് ഇതാ ഇങ്ങനെയായിരിക്കും. കാണുന്നുണ്ടോ? വെക്ടർ ബിയുടെ അപ്പൊ ചോദിക്കുകയാണ് അത് അങ്ങനെ ആയത്? അതായത് വെക്ടർ ബിയുടെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറിനെയാണ് ബിയുടെ യൂണിറ്റ് വെക്ടർ. ബിയുടെ യൂണിറ്റ് വെക്ടറിനെ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? ബിയുടെ മേലെ ഒരു ക്യാപ്പ് ഇട്ടിട്ട്. അപ്പൊ ബി ക്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിറ്റ് വെക്ടർ ഓഫ് ബി വിച്ച് ഇസ് ഹാവിംഗ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ബി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ യൂണിറ്റ് വെക്ടർ ഓഫ് എ വെക്ടർ എന്താന്നുള്ളത് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലേ? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, സ്ക്രീനിൽ കാണുന്നില്ലേ? യൂണിറ്റ് വെക്ടർ ഓഫ് എനി വെക്ടർ ഇസ് എ വെക്ടർ വിത്ത് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. ഒരു വെക്ടറിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് മാഗ്നിറ്റ്യൂഡും അതേ ഡയറക്ഷനുള്ള വെക്ടർ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന ഒരു വെക്ടർ 4 യൂണിറ്റ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ എ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ എന്തായിരിക്കും? എയുടെ അതേ ഡയറക്ഷനിൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ അല്ലെ, 1 യൂണിറ്റ്. കാണുന്നുണ്ടോ? മനസ്സിലായി അല്ലേ? മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഇവിടെ ഞാൻ ഈ റെപ്രസെന്റ് ചെയ്ത സാധനം കാണുന്നുണ്ടോ? ഇതിനെ നമ്മൾ വായിക്കേണ്ട രീതി എന്താ? ഐ എന്നാണോ ഐ ക്യാപ്പ് എന്നാണോ? ഇതിനെ നമ്മൾ വിളിക്കേണ്ട രീതി എന്താ? ഇതെന്താണ്? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഈ മൂന്നാളുകളും യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ എക്സ്, വൈ ആൻഡ് സെഡ് ഡയറക്ഷൻ ആണ്. അതായത് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് ആർ യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ എക്സ്, വൈ ആൻഡ് സെഡ് ഡയറക്ഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാല്, ഞാനിവിടെ ഇത് നമ്മളുടെ എക്സ് ആക്സിസ് ആണെന്ന് പറഞ്ഞു, ഇത് നമ്മളുടെ വൈ ആക്സിസ് ആണെന്ന് പറയാണ്, ആൻഡ് ദിസ് ഇസ് അവർ സെഡ് ആക്സിസ്. എക്സ് വൈ സെഡ് ആക്സിസ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് നമ്മളുടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ് ആണെങ്കിൽ എക്സ് ആക്സിസിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഐ ക്യാപ്പ്. എക്സ് ആക്സിസിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഐ ക്യാപ്പ്. ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ വൈ ആക്സിസിന്റെ അതേ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ, വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ അതിനെ ജെ ക്യാപ്പ് എന്ന് വിളിക്കും. ജെ ക്യാപ്പ്, ജെയുടെ മേലെ ഒരു ക്യാപ്പ് ഇട്ടിട്ട് അല്ലെ, ജെ ക്യാപ്പ് എന്ന് വൃത്തിയിലെത്തട്ടെ, ജെ ക്യാപ്പ്. അതേപോലെ സെഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ, സെഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എന്താ വിളിക്കുകയാണ്? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്നാണോ, ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എന്നാണോ ഞാൻ പറഞ്ഞത്? വളരെ ഇമ്പോർട്ടന്റ്. ഐ ക്യാപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം യൂണിറ്റ് വെക്ടർ ആണ്. എങ്ങോട്ടുള്ള യൂണിറ്റ് വെക്ടർ? എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. ജെ ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ തന്നെയാണ്, വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ. കെ ക്യാപ്പ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ്? സെഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ അല്ലേ? ആണോ?
അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ നിങ്ങളോട് തുടക്കത്തിൽ ചോദിക്കാൻ പോകുന്നത് എന്താണ്, എവിടെ എത്തിയെന്ന്. അപ്പൊ നിങ്ങൾ പറയണം ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പിനെ പറ്റി പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറയണേ. ഓക്കെ സർ. അപ്പം നമ്മള് ഇപ്പം നമ്മളുടെ മോഷൻ ഇൻ 2 ഡയമെൻഷനിൽ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ? മോഷൻ ഇൻ 2 ഡയമെൻഷനിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെക്റ്റർ എന്താന്നല്ലേ, അല്ലേ? അപ്പോൾ physical quantities which are having both magnitude and direction and obeys the laws of vector addition, അങ്ങനെയുള്ള സാധനത്തിനെയാണ് വെക്ടേഴ്സ് എന്ന് വിളിക്കുക. എന്താണ് വെക്ടേഴ്സ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അങ്ങനെ ആയാൽ മാത്രം പോരാ, മൂന്നാമതൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. അത് എന്ത് ചെയ്യണം? വെക്ടർ എഡീഷനെ ഒബേ ചെയ്യണം. എന്താണ് ഈ വെക്ടർ എഡീഷൻ? അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഒരു വെക്ടറിനെ എങ്ങനെയാ ഡിനോട്ട് ചെയ്യാം? A vector is denoted in the form of an arrow, അല്ലേ? ആണോ? In which length of the arrow gives the magnitude of vector, അല്ലെങ്കിൽ magnitude of the arrow gives the numerical value. Clear അല്ലേ? And direction of the arrow gives the direction of vector. ആരോയുടെ ഡയറക്ഷൻ ആണ് ഡയറക്ഷൻ ഓഫ് വെക്ടർ, ആരോയുടെ ലെങ്ത് ആണ് അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് വെക്ടേഴ്സിൽ നമ്മൾ എന്ത് ചെയ്തു? യൂണിറ്റ് വെക്ടർ വരെ പറഞ്ഞു, അല്ലേ? ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് വരെ പറഞ്ഞു. ഈക്വൽ വെക്ടേഴ്സ് എന്താ? ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും. ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്താ? സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും. കോപ്ലാനാർ വെക്ടേഴ്സ് എന്താ? ദോസ് വെക്ടേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ പ്ലെയിൻ. കോപ്ലാനാർ വെക്ടേഴ്സിന്റെ ഉള്ളിലുള്ള കുറച്ച് സബ് ക്ലാസിഫിക്കേഷൻ ആണ്. ഈക്വൽ വെക്ടേഴ്സിനെ നമുക്ക് കോപ്ലാനാർ വെക്ടർ ആയിട്ട് പറയാം. ഓപ്പോസിറ്റ് വെക്ടറിനെയും നമുക്ക് കോപ്ലാനാർ വെക്ടർ ആയിട്ട് പറയാം. കൊലീനിയർ വെക്ടർ എന്താ? വെക്ടേഴ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അല്ലേ? സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ഇരിക്കുന്ന വെക്ടേഴ്സിനെയാണ് കൊലീനിയർ വെക്ടേഴ്സ്. കൊലീനിയർ വെക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് എന്ത്? ഈക്വൽ വെക്ടേഴ്സും ഓപ്പോസിറ്റ് വെക്ടേഴ്സും, അല്ലേ? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സിനെയാണ് എന്ത് വിളിക്കാം? ഓർത്തോഗണൽ വെക്ടേഴ്സ്, അല്ലേ? ആണോ? Unit vector of a vector എന്താ? Unit vector of any vector is a vector with unit magnitude and same direction. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലേ? ഉണ്ടോ? Unit vector of any vector is a vector with unit magnitude and same direction. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരാ, ഞാൻ ഷോർട്ട് ഫോമിലൊക്കെ എഴുതിയത് നിങ്ങൾ അതിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് അതിന്റെ അതേ ഡയറക്ഷനിൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് വെക്ടർ കാണുന്നുണ്ട്. ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് ആരാ? ഹൂസ് ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്? യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ എക്സ്, വൈ, ഡയറക്ഷൻ, അല്ലേ? കെ ക്യാപ് ആരാ? എക്സ് ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ ആണോ? അല്ല, Y direction. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി. Okay, sir. Thank you, sir. Thank you, sir.